ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇന്ന് നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ സെമി കണ്ടക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാവേ. ഞാൻ MCQs ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മോർ ദാൻ ദാറ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്, ബിറ്റ്വീൻ ദാറ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്, ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്, നൺ ഓഫ് ദി അബവ്. അപ്പം സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കാം. അപ്പൊ സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി എപ്പോഴും ഇൻസുലേറ്ററിന്റെയും കണ്ടക്ടറിന്റെയും നടുവിലായിരിക്കും. ഓക്കെ, അപ്പൊ അതിനു മുന്നേ നമുക്ക് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് മൂന്നിന്റെയും റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഏതൊരു മെറ്റീരിയൽ വഴി ഈസി ആയിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ആവുന്നു അതിനെ നമ്മൾ കണ്ടക്ടേഴ്സ്, ആ മെറ്റീരിയലിനെ കണ്ടക്ടേഴ്സ് എന്ന് പറയും. സോ ഈ കണ്ടക്ടേഴ്സിന് റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും, കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. അതായത് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി ത്രൂ ദ, അതാണ് കണ്ടക്ടിവിറ്റി. അപ്പൊ കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും, കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കൽ ആയിരിക്കും റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്താണ്? ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പൊ അതാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കണ്ടക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ കണ്ടക്ടിവിറ്റി കൂടുതലും റെസിസ്റ്റിവിറ്റി കുറവുമായിരിക്കും. ഇനി സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എടുക്കുകയാണെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും മിഡിലായിരിക്കും. ഓക്കെ, അപ്പം അതിന്റെ റെസിസ്റ്റിവിറ്റി എടുത്താലും കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും മിഡിലായിട്ടായിരിക്കും വരുന്നത്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഡിവൈസസിനെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽസിനെയാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻസുലേറ്റേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി ഉള്ളത് ഈ പറയുന്ന മൂന്ന് എലിമെന്റ്സിൽ, ഈ മൂന്ന് മെറ്റീരിയൽസിൽ ഇൻസുലേറ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റി, ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിനർത്ഥം എന്താ? കണ്ടക്ടിവിറ്റി കൂടുവാണെങ്കിൽ റെസിസ്റ്റിവിറ്റി കുറയും, കണ്ടക്ടിവിറ്റി കുറയുവാണെങ്കിൽ റെസിസ്റ്റിവിറ്റി കൂടും. ഓക്കെ, ഇനി സെമി കണ്ടക്ടേഴ്സിലോട്ട് വരുവാണെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എലിമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ആയിരിക്കാം. അപ്പൊ സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സിലിക്കോൺ, ജെർമാനിയം, ഗാലിയം ആർസനൈഡ്, ഗാലിയം നൈട്രൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്, സിലിക്കോൺ കാർബൈഡ്, ഇതൊക്കെ സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. യൂഷ്വലി നമ്മൾ ICs, ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യും. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പം റെസിസ്റ്റൻസിന്റെ ഒരു ചെറിയൊരു ചാർട്ടാണ്. സോ ഇവിടെ റെസിസ്റ്റിവിറ്റി ഓം സെന്റിമീറ്ററിലാണ് കാണിച്ചേക്കുന്നത്. റെസിസ്റ്റിവിറ്റി ഓം സെന്റിമീറ്ററിലാണ് കാണിച്ചേക്കുന്നത്. ഇത് നമുക്ക് എക്സാക്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഇൻ ബിറ്റ്വീൻ വാല്യൂസ് ചൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ഫിഗറിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി വേരി ചെയ്യുന്നത് 10⁻10 മുതൽ 10⁻18 വരെയാണ്. 10⁻10 to 10⁻18 ഓം സെന്റിമീറ്ററിലാണ് ഈ മെറ്റീരിയൽസിന്റെ റെസിസ്റ്റിവിറ്റി കാണിച്ചിരിക്കുന്നത്.
ഇപ്പോ മെറ്റൽസ് എടുക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10⁻⁻2 -3 മുതൽ 10⁻�8 ഓം സെന്റിമീറ്റർ എടുക്കാം. ഇനി സെമി കണ്ടക്ടേഴ്സ് എടുക്കുവാണെങ്കിൽ ഒരു 10⁻⁻2 മുതൽ 10⁻8 വരെ എടുക്കാം. ഇനി ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ 10⁻6 മുതൽ 18 to 20 വരെ നമുക്ക് അതിന്റെ റെസിസ്റ്റിവിറ്റി പറയാം. അപ്പൊ ബേസ്ഡ് ആ ഒരു റേഞ്ച് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. സോ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതിനകത്തുള്ള വാല്യൂസ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് വ്യക്തമാണ് സെമി കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി മെറ്റൽസിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും മിഡിലായിട്ടായിരിക്കും വരുന്നത്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. കണ്ടക്ടിവിറ്റി ചോദിച്ചാലും മെറ്റൽസിന്റെയും അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും മിഡിലായിരിക്കും റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും വരുന്നത്. ഓക്കെ, അപ്പോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ what is the resistivity of a semiconductor എന്നാണ്. അപ്പൊ resistivity will lie between insulators and that of conductors. ഇനി which among the following is the most widely used semiconductor materials? ഇപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പൊട്ടാസ്യം, ഫോസ്ഫറസ്, സിലിക്കൺ, ആർസെനിക്. ഇപ്പം നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ എക്സാമ്പിൾ വെച്ചിട്ട് ഏതായിരിക്കും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഏത് ചൂസ് ചെയ്യാൻ പറ്റും? സിലിക്കൺ ആണ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഇപ്പൊ നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. പൊട്ടാസ്യവും ഫോസ്ഫറസും എടുക്കുവാണെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് അല്ല. പൊട്ടാസ്യം എന്ന് പറയുന്നത് ഒരു ആൽക്കലി മെറ്റലും ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലുമാണ്. ഫോസ്ഫറസ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടേഴ്സിനെ ഡോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡോപ്പന്റ് ആയിട്ടാണ് ഫോസ്ഫറസിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫോസ്ഫറസ് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ അല്ല. ഇനി ആർസെനിക് എടുക്കുവാണെങ്കിൽ ആർസെനിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ പോലും സിലിക്കോണിന്റെ അത്രയും വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇനി ജെർമാനിയം ഉണ്ട്. ജെർമാനിയമാണ് ഈ പറയുന്ന പോലെ ഫസ്റ്റ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ജെർമാനിയം ആണ്. പക്ഷെ എന്നാലും സിലിക്കോണിന്റെ അത്രയും കൂടുതലായിട്ട് വൈഡായിട്ട് നമ്മൾ ജെർമാനിയം യൂസ് ചെയ്യാറില്ല. അപ്പം സിലിക്കോൺ ആണ് ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽ. കാരണം ടെമ്പറേച്ചർ റേഞ്ച് കൂടുതലാണ്, അത് മാത്രമല്ല ഇൻഎക്സ്പെൻസീവും ഇൻ പ്രൊഡക്ഷൻ പ്രൊസീജിയർ കുറച്ച് സിമ്പിളുമാണ്. സോ സിലിക്കോൺ ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽ. നെക്സ്റ്റ് തന്നിരിക്കുന്നത് the energy gap between valence band and conduction band in a semiconductor. അപ്പം സെമി കണ്ടക്ടറിന്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഇതിന് ഇടയിലുള്ള എനർജി ഗ്യാപ്പ് എത്ര എന്നാണ്. അപ്പം ഓപ്ഷൻസ് 5 ഇലക്ട്രോൺ വോൾട്ട്, 10 ഇലക്ട്രോൺ വോൾട്ട്, 15 ഇലക്ട്രോൺ വോൾട്ട്, 1 ഇലക്ട്രോൺ വോൾട്ട്. ഈ എനർജി ഗ്യാപ്പ് യൂഷ്വലി റിപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. എനർജി ഗ്യാപ്പിനെ റിപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പം ഏതായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇൻ സെമി കണ്ടക്ടർ. 1 ഇലക്ട്രോൺ വോൾട്ട്. 1 ഇലക്ട്രോൺ വോൾട്ട് ആണ് ആൻസർ. അപ്പം അതിന് മുന്നേ ഈ വാലൻസ് ബാൻഡ് എന്താ, കണ്ടക്ഷൻ ബാൻഡ് എന്താ, എനർജി ഗ്യാപ്പ് എന്താ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാല് ഔട്ടർ മോസ്റ്റ് ബാൻഡിനെയാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ബാൻഡിലാണ് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഔട്ടർ മോസ്റ്റ് ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിനെയാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിനെയാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ബാൻഡ് ഓർ ഷെൽ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആറ്റം, അതിനെയാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പം യൂഷ്വലി വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഒരു ലോവർ എനർജി ലെവലിലായിരിക്കും യൂഷ്വലി വാലൻസ് ബാൻഡ് ഉണ്ടാവുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ എം ടി ആയിട്ടുള്ള ഒരു ബാൻഡാണ്. അത് മാത്രമല്ല എനർജി എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് എനർജി കൂടുതലായിരിക്കും. സോ എനർജി ബാൻഡ് വിച്ച് പോസസ് കണ്ടക്ഷൻ ഇലക്ട്രോൺസിനെയാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ വാലൻസ് ബാൻഡിൽ ഉണ്ടാകുന്നത് വാലൻസ് ഇലക്ട്രോൺസും കണ്ടക്ഷൻ ബാൻഡിലുള്ളത് കണ്ടക്ഷൻ ഇലക്ട്രോൺസുമാണ്. ഇനി ഈ എപ്പോഴും ഈ പറയുന്ന പോലെ കണ്ടക്ഷൻ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഉണ്ടല്ലോ, ഈ രണ്ട് ബാൻഡിനും ഇടയിലായിട്ടായിരിക്കും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണമാണ് കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണമാണ്
എന്താണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ആവുന്നത്. കണ്ടക്ഷൻ ബാൻഡ് എപ്പോഴും ബാലൻസ് ബാൻഡിന്റെ മേളിലായിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എനർജി ഗ്യാപ്പ് ഉണ്ടല്ലോ, എനർജി ഗ്യാപ്പിന് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. അതായത് ബാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇസ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഓർ സിംപ്ലി എനർജി ഗ്യാപ്പ്. ഇനി നമുക്ക് ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് 3 മെറ്റീരിയൽസ് ഉണ്ടല്ലോ. അപ്പൊ 3 മെറ്റീരിയൽസിന്റെയും ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിനെയും കുറിച്ചൊന്ന് നോക്കാം. അപ്പൊ ഇൻസുലേറ്റേഴ്സിനെ എടുക്കുവാണെങ്കിൽ ഇൻസുലേറ്റേഴ്സിന്റെ ബാൻഡ് ഗ്യാപ്പ് കൂടുതലാണ്. നോക്കിക്കേ, 3 ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, കണ്ടക്ടേഴ്സ് 3 മെറ്റീരിയൽസിന്റെയും ബാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻസുലേറ്റേഴ്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇൻസുലേറ്റേഴ്സിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ലാർജ് ആണ്. കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും ഇടയിലുള്ള ആ ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പ് കൂടുതലാണ്. യൂഷ്വലി അതൊരു 3 to 5 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ, 3 to 5 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ അതിന് കൂടുതലായിരിക്കും, അപ് ടു 10 ഇലക്ട്രോൺ വോൾട്ട് വരെ പോകും. ഓക്കെ, അപ്പൊ 3 to 5 ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്താണ് ഈ കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും ഇടയിലുള്ള എനർജി ഗ്യാപ്പ്. 3 to 5 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇൻസുലേറ്റേഴ്സിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടക്ടേഴ്സിലോട്ട് വരുവാണെങ്കിൽ നോക്കിക്കേ, കണ്ടക്ടേഴ്സിന് ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും യൂഷ്വലി ഓവർലാപ്പ് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എനർജി ഗ്യാപ്പ് പറയുവാണെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഗ്യാപ്പേ ഇല്ല. ബിക്കോസ് യൂഷ്വലി ഈ 2 ബാൻഡും ഓവർലാപ്പ് ചെയ്തായിരിക്കും കാണുന്നത്. ഇനി സെമി കണ്ടക്ടറിലോട്ട് വരികയാണെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മീഡിയം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടേഴ്സിന് എനർജി ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. ആൻഡ് ആ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ, 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഓഫ് എന്താണ് സെമി കണ്ടക്ടർ, 1 ഇലക്ട്രോൺ. സോ ഇൻസുലേറ്റർ എടുക്കുവാണെങ്കിൽ 3 to 5 ഓർ ലിറ്റിൽ ബിറ്റ് മോർ എടുക്കാം. ഇത് സെമി കണ്ടക്ടേഴ്സ് എടുക്കുവാണെങ്കിൽ സെമി കണ്ടക്ടേഴ്സിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, so see, insulators have larger band gaps. Value of forbidden energy gap is 3 to 5 or little more depending upon the material. Current flow ചെയ്യില്ല. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ they will resist the flow of current. അപ്പൊ ബാലൻസ് ബാൻഡ് ഫുള്ളും കണ്ടക്ഷൻ ബാൻഡ് എംറ്റിയും ആയിരിക്കും. കണ്ടക്ടേഴ്സിന്റെ എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. അതിനേക്കാളും നമുക്ക് പറയാം there is no energy gap because both the bands will overlap with each other. Current ഈസി ആയിട്ട് ഫ്ലോ ചെയ്യും. ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്യുന്നു. സോ ദർ വിൽ ബി ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിൾ ഫോർ കണ്ടക്ഷൻ. കണ്ടക്ഷന് വേണ്ടിയിട്ട് ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണമാണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്. ഇനി സെമി കണ്ടക്ടേഴ്സ് എടുക്കുവാണെങ്കിൽ സ്മോളർ എനർജി ഗ്യാപ്പ് ഓർ മീഡിയം എനർജി ഗ്യാപ്പ് എന്ന് പറയാം. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ലിറ്റിൽ എമൗണ്ട് ഓഫ് കറന്റ് വിൽ ബി ഫ്ലോയിങ്. ഓക്കെ, അപ്പോ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇൻ സെമി കണ്ടക്ടർ ഇറ്റ് ഇസ് 1 ഇലക്ട്രോൺ വോൾട്ട്. അടുത്ത വീണ്ടും ഫോർബിഡൻ എനർജി ഗ്യാപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇൻ ദി ബാൻഡ്സ് ഓഫ് ജെർമാനിയം അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ജെർമാനിയം, സിലിക്കോണും സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ജെർമാനിയത്തിന്റെയും സിലിക്കോണിന്റെയും ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആ വാല്യൂ ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട്, 0.1, 0.67, 6.7. അപ്പൊ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ജെർമാനിയത്തിന്റെ ആണ്. അപ്പൊ ജെർമാനിയത്തിന്റെ എനർജി ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എത്രയായിരിക്കും? 0.67 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സിലിക്കൺ എടുക്കുവാണെങ്കിൽ 1.12 ആണ്. സോ ഫോർ ജെർമാനിയം ബാൻഡ് ഗ്യാപ്പ് ഇസ് 0.67. സിലിക്കോൺ എടുക്കുവാണെങ്കിൽ 1.12. ചില കേസിൽ 1.1 എന്നായിരിക്കും തന്നിരിക്കുന്നത്. സോ സിലിക്കോൺ 1.12 ഇലക്ട്രോൺ വോൾട്ട്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം
ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.